നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാ നന്മകളും തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് വെച്ചാൽ കർക്കിടകക്കൂറ് നക്ഷത്രങ്ങൾ, അതായത് പുണർദം, പൂയം, ആയില്യം, ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു സന്തോഷ ഫലം എന്ന് പറഞ്ഞാൽ ഈ നാളുകാർക്ക് സഹോദരങ്ങളിൽ നിന്ന്, കൂടപ്പിറപ്പുകളിൽ നിന്നൊക്കെ പല വിധത്തിൽ ഗുണങ്ങൾ കിട്ടുന്നൊരു സമയമാണിതേ. അതൊരു സന്തോഷകാര്യം കൂടിയാണ് വാസ്തവത്തിൽ. ഈ നാളുകാർക്കുള്ള കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാൻ ഉള്ളൊരു മനസ്ഥിതി കാണിക്കും. പ്രധാനമായിട്ട് അതൊരു വലിയ നന്മയാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിയുണ്ട് ഈ സമയത്ത്. അതുപോലെ തന്നെ അവർ തൊഴിൽ രംഗം, ഈ പുണർദം, പൂയം, ആയില്യം നാളുകാരുടെ തൊഴിൽ രംഗത്ത് അല്പം മെച്ചപ്പാട് പറയുന്നുണ്ട്, സ്ഥാനക്കയറ്റങ്ങൾ പറയുന്നുണ്ട്, അഭിവൃദ്ധികൾ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ് ഇപ്പം. എന്താ, അവർക്ക് ജോലിയിൽ ചിലപ്പോൾ മേൽഗതി വന്ന് ചേരും. അതുപോലെ തന്നെ ചിലപ്പോൾ ഉന്നമനങ്ങളുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാവും. അതിനകത്ത് ധനം അനവധി സമ്പാദിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയമാണ് ഈ പുണർദം, പൂയം, ആയില്യംകാർക്കിപ്പം. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. പിന്നെ ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വരാവുന്നതാണ്. അങ്ങനത്തെ ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഉദരമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവർക്കൊരു വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവരെ ഉപദ്രവിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ അവർക്ക് നാശം സംഭവിച്ചു പോകും ഈ സമയത്തെ. അങ്ങനെയുണ്ട്. ഈ പുണർദം, പൂയം, ആയില്യം നാളുകാരെ ഉപദ്രവിക്കുന്ന പല ശത്രുക്കളുണ്ടാവും ഒരു ഭാഗം. അപ്പോൾ അവർക്കൊക്കെ നല്ല രീതിയിൽ നാശങ്ങൾ സംഭവിച്ചു പോകും. അങ്ങനത്തെ ഒരു സമയമാണ്. അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ നമ്മൾക്ക് കുറയും, ബുദ്ധിമുട്ടുകൾ അവരെ കൊണ്ടുള്ളത് കുറയും. അവരുടെ ചില ശീലങ്ങൾ മാറി നമ്മൾ ഉപദ്രവിക്കാനുള്ള മനസ്സൊക്കെ അവർ ഒഴിവായി വരും. അങ്ങനത്തെ ഒരു ഗുണം പറയുന്നുണ്ട് ഈ സമയത്ത് ഈ നാളുകാർക്ക്. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ പറയണമെങ്കിൽ ആരെങ്കിലും സഹായം കൊണ്ടും ഏതെങ്കിലും രീതിയിൽ ഭാഗ്യാനുഭവം കൊണ്ടൊക്കെ ഇവർക്ക് പുതിയ വീട് നിർമ്മിക്കാനും, പുതിയ വാഹനം വാങ്ങിക്കാനും, പുതിയ സ്ഥലം വാങ്ങിക്കാനൊക്കെ ഉള്ള ഒരു ഗുണസ്ഥിതിയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അഭിവൃദ്ധിയൊക്കെ ഉള്ള ഒരു സമയമാണിത്. അതും ഗുണമുള്ള അവസ്ഥയാണ്. പിന്നെ പറയുന്നുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കളിൽ നിന്ന് അല്ലെങ്കിൽ പൂർവികരിൽ നിന്നൊക്കെ കൈമറിഞ്ഞു വന്നതും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള സ്വത്ത് വകകൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതൊരു വലിയ ഭാഗ്യമാണ്. ഈ നാളുകാർക്ക് പൂർവികരിൽ നിന്നുള്ള സ്വത്ത് വകകൾ വന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു ഭാഗ്യസ്ഥിതി പറയുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. പല രീതിയിൽ ഏതെങ്കിലും സ്വത്ത് വകകൾ കിട്ടാനുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ള സ്വത്ത് വകകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണിത്. പുണർദം, പൂയം, ആയില്യം നാളുകാർക്ക് ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും. അതുപോലെ തന്നെ സഹോദരന്മാരിൽ നിന്ന്, സഹോദരിമാരിൽ നിന്നൊക്കെ ധനപരമായിട്ട് മറ്റു രീതിയിലൊക്കെ സഹായങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ധനമനവധി സമ്പാദിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കും ജോലിയിൽ. അതുപോലെ തന്നെ അവർക്ക് ഉപദ്രവമായിട്ടും നാശമായിട്ട് നിന്നിരുന്ന ശത്രുക്കൾ നശിഞ്ഞു പോകും. അവർക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള മനസ്ഥിതിക്ക് വ്യത്യാസങ്ങൾ വരും. ആരെങ്കിലും സഹായിച്ചും ഭാഗ്യസ്ഥിതിയാലൊക്കെ സ്ഥലം വാങ്ങാനും, പുതിയ വീട് നിർമ്മിക്കാനും, പുതിയ വാഹനം വാങ്ങിക്കാനൊക്കെ സാധിക്കും. അതൊരു വലിയ കാര്യമാണ്. അതുപോലെ യാത്രകൾക്ക് സാധ്യതയുണ്ട്. ഇഷ്ടമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ സൗഭാഗ്യം വന്നു ചേരുന്നുണ്ട് ഈ സമയത്ത്. മനസ്സുകൊണ്ട് തോന്നും, ഇന്ന ക്ഷേത്രത്തിൽ പോയി അത് പ്രാർത്ഥിക്കാം, കുടുംബമായിട്ടൊന്ന് പോകാം, ഒരു ട്രിപ്പ് പോകാം, ഒരു തീർത്ഥാടനം പോകാൻ എന്നൊക്കെയുള്ള മനസ്സുകൾ വരും. അങ്ങനെയൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളും സാമ്പത്തിക സ്ഥിതികളൊക്കെ വന്നു ചേരും. അങ്ങനെയുള്ളൊരു സ്ഥിതിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും രീതിയിൽ ശകലം ധനം വന്നു ചേരാൻ സാധ്യതയുണ്ട്.
അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് ഈ നാളുകാർക്ക് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ ലോട്ടറി, ഇപ്പം എല്ലാവരും ബമ്പറൊക്കെ എടുത്ത് കാത്തിരിക്കുന്ന ഒരു സന്ദർഭവും സമയമൊക്കെയാണ്. അപ്പം അതിങ്ങനെ കുറേ ആൾക്കാരുടെ അനാവശ്യമായിട്ട് കുറേ കാശുകളും പോകും, കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാശ് കിട്ടും. അപ്പം എന്തായാലും ചില ആൾക്കാർക്ക് അതിൻ്റെ അഭിവൃദ്ധിയുള്ള സമയങ്ങളാണ്. എന്തായാലും ഈ നാളുകാർക്ക് പുണർദം പോയ മാലിന്യങ്ങൾ നാളുകാർക്ക് പുണർദത്തിനും മാലിന്യത്തിനൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി മുഖേനയോ അല്ലെങ്കിൽ മറ്റു മുഖേനയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഭാഗ്യ അനുഭവങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതും പറഞ്ഞാൽ അനവധി ലോട്ടറി ഒന്നും എടുത്ത് കാശ് കളയണമെന്നില്ല, ഒന്നിങ്ങനെ കാശുമ ലോട്ടറി എടുത്ത് കളയണമെന്നില്ല. അത് കിട്ടാനുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ വന്ന് ചേരും, അത് ഒരെണ്ണം എടുത്താലും മതി. എന്തായാലും ബമ്പറൊക്കെ വർഷത്തിൽ ഒരെണ്ണം എടുക്കണമെങ്കിൽ സന്തോഷമാണ്. കിട്ടിയാൽ ജന്മം സഫലമായ തലമുറകൾ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ വരില്ലേ. അപ്പം എന്താണെങ്കിലും അതൊക്കെ ക്യൂറും ചെയ്യുക. എന്തായാലും ഈ നാളുകാർക്ക് പുണർദം പോയ മാലിന്യത്തിലും പുണർദത്തിനും മാലിന്യത്തിനൊക്കെ ഭാഗ്യാനുഭവങ്ങൾ പറയുന്നുണ്ട്, ലോട്ടറി ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്, ധനം വന്നു ചേരാനുള്ള ഭാഗ്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പൊതുവെ ഭാഗ്യശാലികളാണ് ഈ നക്ഷത്രക്കാർ പൊതുവെ. അപ്പം അങ്ങനെയൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യവും സമയമൊക്കെയാണ് ഇപ്പോൾ ഈ വന്നു ചേർന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലൊക്കെ വന്നു ചേരാവുന്നതാണ്. പിന്നെ പുതിയ കർമ്മരംഗങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. പുതിയ എന്തെങ്കിലും സംരംഭങ്ങളാ, അല്ല പുതിയ ജോലി സ്ഥലത്തേക്ക് മാറാനാ, പുതിയ ജോലി തുടങ്ങാനാ, പുതിയതിലേക്ക് നീങ്ങാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്നതും അതൊക്കെ വിജയത്തിലെത്തുന്നതുമായിട്ടുള്ള ഒരു സമയമാണിത്. പരിശ്രമിച്ചാൽ നടക്കും. പുതിയൊരു സംരംഭം തുടങ്ങാൻ ശ്രമിക്കും, അത് നടക്കും. അല്ല പുതിയ ജോലി ആലോചിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് തീർക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള അനവധി ഗുണങ്ങളുള്ള ഒരു സമയമാണിത്. പിന്നെ പറയുകയാണെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അല്പം കലഹങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറി അല്പം സന്തോഷസ്ഥിതി ഉണ്ടാകുന്നൊരു സമയം കൂടിയാണിത്. അത് പൊതുവേ അല്പം ധനവും മറ്റുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ സമാധാനവും സന്തോഷവും കിട്ടും. ഭാര്യമാർ പറയുന്ന കാര്യം നടത്തി കൊടുത്താൽ അവർക്ക് സന്തോഷമായിരിക്കും. അപ്പോൾ ധനം ഉണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം നടത്തി കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കുടുംബത്തിൽ സന്തോഷം കിട്ടും. അപ്പം എന്താണെങ്കിലും അങ്ങനെയുള്ള രീതിയിലൊക്കെ കുടുംബത്തിൽ സന്തോഷങ്ങൾ വന്നു ചേരാനും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതിനൊക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെയുള്ളൊരു സമയമാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പുണർദം പൂയം ആയില്യം ആളുകാർക്ക്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭാര്യയായിട്ടൊക്കെ അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ടൊക്കെ അകന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ചില നാളുകാർ ഈ പുണർദം പൂയം ആയില്യത്തിൽ. അപ്പോൾ അവർക്കൊക്കെ ഒന്നിച്ച് ജീവിക്കാനും ഒന്നിച്ച് താമസിക്കാനും ഒന്നിച്ച് സന്തോഷമായിട്ട് കഴിയാനൊക്കെ ഉള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അതിനൊക്കെ ഉള്ളൊരു സമയസ്ഥിതിയാണ്. പിന്നെ ഗൃഹമാറ്റം പറയാനുണ്ട്. താമസിക്കുന്ന വീട് മാറി പുതിയ വീട്ടിലേക്ക് താമസം മാറാനും അല്ലെങ്കിൽ പുതിയൊരു വാടക വീട് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങിക്കാനൊക്കെ ഉള്ള സാഹചര്യമുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. അതിനൊക്കെ ഭാഗ്യാനുഭവങ്ങൾ വന്ന് ചേരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ ഉന്നമനം ഉണ്ടാവും. പുതിയ വീട് വാങ്ങിക്കാനും പുതിയ സ്ഥലം വാങ്ങിക്കാനും അല്ലെങ്കിൽ പുതിയ വീട് പണിയാനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. അതൊക്കെ നമ്മളുടെ ഒരു ശ്രദ്ധ കൂടി വേണം. എന്ത് കാര്യത്തിനും നമ്മുടെ ശ്രദ്ധയും ആത്മാർത്ഥതയും വിശ്വാസവും പ്രാർത്ഥനയൊക്കെ വേണം. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉദ്ദേശിക്കുന്ന വിജയങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പം അതിന് ഒരു നല്ല രീതിയിൽ പരിശ്രമങ്ങൾ വേണം. ഇപ്പം എന്താണെങ്കിലും ഈ നാളുകാർക്ക് അല്പം നല്ല സമയസ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണസ്ഥിതി ഉണ്ടാവും. അപ്പോൾ എന്താണ് കർമ്മരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഭാഗ്യാനുഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൂടപ്പിറപ്പുകളിൽ നിന്ന് ഗുണസിദ്ധികൾ ഫലസിദ്ധികൾ സാമ്പത്തിക സഹായങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പൂർവികരിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നൊക്കെ ഭൂസ്വത്തുകൾ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങൾ അങ്ങനെയുള്ള വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഉദര രോഗങ്ങൾക്ക് വയറ് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകൾക്ക് സാധ്യതയുണ്ട്. കൈകാലുകൾ അല്ലെങ്കിൽ കൈമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട് പുണർദം പൂയം ആയില്യം ആളുകാർക്ക്. പിന്നെ പറയുമെങ്കിൽ നമുക്ക് തീർത്ഥാടനം യാത്രകൾ പോകാൻ ക്ഷേത്ര ദർശനം നടത്താനൊക്കെ പറ്റിയ സമയം കൂടിയാണ്. അതൊക്കെ സാധിക്കുന്ന സമയം കൂടിയാണ്. ശ്രമിച്ചാൽ നടക്കുന്ന സമയമാണ്. പുതിയ ഗൃഹം വാങ്ങിക്കാൻ, പുതിയ വീട് വാങ്ങിക്കാൻ, പുതിയ സ്ഥലം വാങ്ങിക്കാൻ, പുതിയ വാഹനം വാങ്ങിക്കാൻ, പുതിയ വീട്ടിലേക്ക് സ്ഥാനം മാറാൻ ഇതൊക്കെ പറ്റുന്ന ഒരു സമയസ്ഥിതിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഉദര സംബന്ധമായിട്ട് അതിൻ്റെ കൈയുടെ മുട്ട് ബന്ധപ്പെട്ടൊക്കെ രോഗാവസ്ഥകൾക്ക് സാധ്യതകളുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ശത്രുനാശത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളാണ് നമുക്ക് ഈ നക്ഷത്രക്കാർക്കുള്ള ഈ സമയത്തുള്ള ഫലങ്ങൾ. എന്താണെങ്കിലും എല്ലാവർക്കും ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഇനി ഈ നാളുകാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകാരുണ്ടെങ്കിൽ, ഈ പുറത്തം പൂയമായിരുന്ന ആളുകാർ മാനസിക ക്ലേശങ്ങളും ധനമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പരിഹാരങ്ങളുണ്ട്. അതായത് ആ വ്യക്തികൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് നെയ്വിളക്കും തുളസിമാലയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക്, തുളസിമാല എന്നീ വഴിപാടുകൾ കഴിച്ച് പ്രാർത്ഥിക്കാം. അത് വളരെ വിശേഷമാണ്. മഹാദേവന് പ്രദോഷ ദിവസം കരിക്ക് നേദിച്ച് പ്രാർത്ഥിക്കാം. സർവദോഷങ്ങളും ദുരിതങ്ങളും ആപത്തുകളും നീങ്ങാൻ വളരെ വിശേഷമാണ് പ്രദോഷ ദിവസം കരിക്ക് നേദിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും നവഗ്രഹ ക്ഷേത്രത്തിൽ ആദിത്യന് ചുവന്ന പട്ടും ഒരുപിടി നാണയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. മഹാദേവന് പ്രദോഷ പൂജയിൽ കരിക്ക് നിവേദിച്ച് സേവിക്കാം. കരിക്ക് നിവേദ്യം വഴിപാട് സമർപ്പിക്കാം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല, നെയ്വിളക്ക് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം. നവഗ്രഹങ്ങളിൽ ആദിത്യന് ചുവന്ന പട്ടും ഒരുപിടി നാണയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവയെല്ലാം ഈ നാളുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, മാനസിക ക്ലേശങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലൊക്കെ മാറുവാൻ വളരെ വിശേഷമാണ്. ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇതൊന്നും ചെയ്തില്ലെങ്കിലും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും ദോഷങ്ങളും ആപത്തുകളും എല്ലാം ശ്രീ മഹാദേവൻ മാറ്റി തരട്ടെ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മളുടെ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.